നമസ്കാരം. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ലൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. നല്ല നാടൻ രുചിയിൽ കുരുമുളകിട്ട് വരട്ടിയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, ദോശ എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ്. ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ബീഫ് വരട്ടിയത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ച് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും ഒരു 4-5 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വേവിലും മാറ്റം വരും കേട്ടോ. ഇതൊരു 4-5 വിസിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രഷർ മുഴുവനായിട്ട് പോയിട്ട് വേണം നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് വരട്ടിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് വലിയ ജീരകം അഥവാ പെരിഞ്ജീരകമാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഒരു കൈപ്പിടിക്കടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയധികം നല്ല ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് കളർ മാറി വരുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതും കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 7-8 എണ്ണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വെളുത്തുള്ളിയുടെ അളവ് എപ്പോഴും ഒന്ന് കയറി നിൽക്കണം. പൊടിയായി അരിഞ്ഞിട്ടോ പേസ്റ്റ് പോലെ അരച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നാൽ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെയാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ സവാള കനം കുറഞ്ഞരിഞ്ഞതും ഒരു 30-35 എണ്ണത്തിനടുത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ട് തന്നെ നമുക്ക് ചെറിയുള്ളിയിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാല കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയ സവാള ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് എപ്പോഴും ബീഫ് വരട്ടിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. വഴറ്റിയെടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളറ് മാറി ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്ന വരെയെങ്കിലും ഈ സവാളയും ചെറിയുള്ളിയും നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല രുചിയിൽ നമുക്ക് തയ്യാറായി കിട്ടുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് ഒരിക്കലും കൂടി പോകരുത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ കുരുമുളക് ചതച്ച് പൊടിച്ചിട്ടുള്ളത് തന്നെ ചേർക്കണം. 1 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുരുമുളക് നമ്മളല്ലാതെ ഫൈൻ പൗഡറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ബീഫ് വരട്ടിയതാകുമ്പോൾ ഒന്ന് കുത്തി പൊടിച്ചെടുത്ത് ചേർക്കുന്നതാണ് ഏറ്റവും രുചി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ച് അതിനുശേഷം തവി വെച്ച് കുത്തി ഉടച്ചു കൊടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു മസാല നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത മസാലയായിട്ട് തവി വെച്ച് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു ഇത്തിരി സമയം കുക്ക് ചെയ്യുക. അപ്പോഴാണ് ആ മസാലയിലൊക്കെ കിടന്ന് ബീഫിന് ശരിക്കും നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. നല്ലതുപോലെ നമ്മൾ വരട്ടിയെടുക്കണം. അപ്പോൾ അത് അത്യാവശ്യം സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റിൽ റെഡിയായി കിട്ടുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ തവണയും തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രത്തിനകത്ത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അപ്പോഴാണെങ്കിൽ ഈ താഴെ ഭാഗത്തുള്ള ബീഫൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഒരു പാകമായി വരുന്നത് പോലെ ഉണ്ടാകും. കളറ് മാറിക്കിട്ടും. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഇതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയം ഒരു 6-7 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറിൽ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന നല്ല ബീഫ് വരട്ടിയതുണ്ടല്ലോ, കുരുമുളകിട്ട് വരട്ടിയ ആ ഒരു സ്റ്റൈലിലോട്ടേക്ക് വരും. ഇതിൻ്റെ ഫ്ലേവർ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളതും കൂടെ തന്നെ ഞാൻ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെയാണ് നല്ല നാടൻ ബീഫ് വരട്ടിയതിന് ഏറ്റവും രുചി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്യാവശ്യം കുരുമുളക് ചതച്ച് പൊടിച്ചത് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പാകം കണ്ടോ
നന്നായിട്ട് കളർ മാറി നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 2-3 പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ പച്ചമുളകും കറിവേപ്പിലയും എപ്പോഴും നമ്മൾ വരട്ടിയെടുത്ത് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയമാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് അതിന് ആ ഒരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നല്ല നാടൻ വരട്ടിയ രീതിയിലുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചൂടോട് കൂടി തന്നെ ഒരു പ്ലേറ്റിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെയും ചോറിൻ്റെയും ഗീ റൈസിൻ്റെയും കൂടി ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ നല്ല സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.